ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു 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 ദിവസം കൂടെ തന്നിരിക്കുകയാണ്. അവനെ നമുക്ക് മഹത്വപ്പെടുത്താം, അവനെ നമുക്ക് സ്തുതിക്കാം, അവൻ ചെയ്ത ഉപകാരത്തെ നമുക്ക് ഓർക്കാം. നമ്മൾ ചിന്തിച്ച മാതിരി എന്നാ നമുക്ക് തിരിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നരകത്തിലേക്ക് പോകുന്നവരായിരുന്നു. ആ നരകത്തിൽ നിന്ന് പോകുന്ന നമ്മളെ ആണ്ടവർ നമ്മളെ വീണ്ടെടുത്താച്ചേ. അവൻ നമ്മളെ വീണ്ടെടുത്ത് എന്ന് മറ്റുമല്ല, അവൻ നമ്മളെ നരകത്തിൽ പോകുന്നതിൽ നിന്നും നമ്മളെ വിടുവിച്ചാച്ചേ. നരകത്തിൽ യാത്ര പണിക്കൊണ്ടിരുന്ന നമ്മളെ നരകത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുത്ത് സാത്താന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മെ സാത്താന്റെ കയ്യിൽ നിന്നും വിടുവിച്ച്, അല്ലെങ്കിൽ നിത്യ അഗ്നിയിലേക്ക് പോകേണ്ട നമ്മളെ നിത്യ അഗ്നിയിൽ നിന്നും വിടുവിച്ച് ആണ്ടോർ നമ്മളെ വീണ്ടെടുത്തിരിക്കുകയും അവൻ വീണ്ടെടുത്തു എന്നും മറ്റുമല്ല, അല്ലെങ്കിൽ നമ്മളെ മരണത്തിൽ നിന്നും വീണ്ടെടുത്തു എന്നും മറ്റുമല്ല. നമ്മൾ എന്നാ വായിക്കുന്നതെന്ന് ചൊല്ലിയാൽ അവൻ നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു. അവൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് പാക്കാം. അതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ എഫെസ്യ ലേഖനം 4-ാം അധ്യായം 14 തൊട്ട് നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് എന്നാ തിരിയും, ആണ്ടവർ നമുക്ക് തരുന്ന അനുഗ്രഹം എപ്പടി എന്ന് നമുക്ക് തിരിയാൻ പറ്റും. നമ്മൾ നേരത്തെ നമ്മൾ ചിന്തിച്ചാച്ചേ, ആണ്ടവരെ നമ്മളെ എന്തിനെ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ 13-ാം വാക്യത്തിൽ വാസിച്ച വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിലായിട്ട്, അതായത് നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ അവന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി താൻ അവൻ ചെയ്ത് എപ്പടി ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുകയുള്ളൂ. അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ ഒപ്പം വളരുവാൻ തക്കവണ്ണം, അത് പ്രാപിപ്പാൻ തക്കവണ്ണം താൻ ആണ്ടവർ നമ്മൾ വീണ്ടെടുത്ത്. എന്നാൽ നമുക്ക് 14-ാം വാക്യത്തിൽ അത് മറ്റുമല്ല, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്ക്, അതായത് അവന്റെ ശരീരത്തിന്റെ ആത്മീയമായ വർധനയ്ക്ക്, അതായത് ആത്മീയമായ നമുക്ക് ഇൻക്രീസ് பண்ணണം, അല്ലെങ്കിൽ ആത്മീയമായ വർധന വരണം. അതിനു വേണ്ടി തന്നെ 14-ാം വാക്യത്തിലാണ് നമ്മൾ എന്നെ വാസിക്കുന്നത്. അങ്ങനെ നാം ഇനിയും മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തിരിച്ചു കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങി പോകാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിഞ്ഞ ശിശുക്കളായിരിക്കാതെ அப்போஸ்தலனாയ பவுலோஸ் சொல்லுது. என்ன சொல்லுதுன்னு தெரியுமா? அப்போஸ்தலனாய பவுலோஸ் இங்கே சொல்லுது, மனிதர் என்ன பண்ணும், അവർ നമ്മളെ ചതിയാലും അല്ലെങ്കിൽ അവൻ ഉപായത്താലും അല്ലെങ്കിൽ അവനെ അട്രക്റ്റീവേയിലെ നമ്മളെ ആണ്ടോരിൽ നിന്നും മാറ്റിക്കൊണ്ടുപോയിടും. അതിൽ നിങ്ങൾ വീഴാതെ എന്ന് അപ്പോസ്തലനായ പൗലോസ് കേൾക്കുന്നത്. അതായത് അത് അപ്പടിയല്ല ഇപ്പടിയല്ല, നിനക്ക് നീ ഇപ്പം നീ ഹിന്ദു മതത്തിൽ പാത്തിരിക്കെ ഞങ്ങൾക്ക് എത്ര ദൈവങ്ങളിരിക്കുന്നത് தெரியுமா? നീ പാത്തച്ചാ നമുക്ക് എല്ലാ ദൈവം അവർക്കെല്ലാം വളരെ ശക്തി ഇരിക്കെ അതാണ് അപ്പടിയാണ് ഇപ്പടിയാണ്. അത് മറ്റുമല്ല, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ആണ്ടവർ ഞങ്ങൾക്ക് രമ്പ അനുഗ്രഹങ്ങൾ തന്നാച്ചേ എന്നൊക്കെ നമുക്ക് കഥകൾ കേൾക്കാൻ പറ്റും. എന്നാൽ അതല്ല ഇങ്ങനെ ഇതിന് 14-ാം വാക്യത്തിൽ നമ്മൾ അവർ ചൊല്ലുന്ന ചതിയിൽ, അല്ലെങ്കിൽ അവർ ചൊല്ലുന്ന പൊളിവാക്കില് നമ്മൾ അകപ്പെടാതെ നമ്മളെ പാക്കണം. അല്ലെങ്കിൽ അവർ കാണിക്കുന്ന തപ്പ് വാക്കില് നമ്മൾ കുടുങ്ങിപ്പോകരുത്, അല്ലെങ്കിൽ നമ്മൾ അതിൽ അകപ്പെട്ടു പോകാതെ വണ്ണം നമുക്ക് അതിന് തക്കവണ്ണം ഉപദേശിക്കുന്ന ഓരോ കാറ്റിന് അലഞ്ഞൊഴിഞ്ഞ ശിശുക്കളായിരിക്കാതെ എന്ന് ചൊല്ലിയാൽ ഈ ആൾക്കാരെ നമ്മളെ തപ്പ് പഠിപ്പിച്ച് ഉപദേശത്തിന്റെ തെറ്റു വഴികളിലേക്ക് നമ്മളെ നടത്തുന്ന കൊഞ്ചം ആൾക്കാർ നമുക്ക് പാക്കലാം. നമ്മുടെ വിശ്വാസികളിൽ തന്നെ അവര് വചനം നമ്മളെ തപ്പ് പഠിപ്പിച്ച് നമ്മളെ എന്നെ പറ്റും നമ്മളെ ദൈവത്തിന്റെ വഴിയിൽ നിന്നും മാറ്റിയിടും. അത് നിങ്ങൾ ആവാതിരിപ്പാൻ നിങ്ങൾ പാത്തുകൊള്ളണം, അല്ലെങ്കിൽ നീ അത് ജാഗ്രതയായിരിക്കണം എന്റെ കഴുത്ത് എന്ന് ഇങ്ങനെ ഓരോ കാരണാൽ അപ്പടി ശ്രദ്ധ, അല്ലെങ്കിൽ നീ ശിശുക്കളെ പോലെ നീ ആവാതെ ഇരിപ്പാൻ തക്കോണം നീ പാത്തിട് എന്ന് ഇങ്ങനെ ചൊല്ലിക്കുക.
நேசத்தில் சத்தியம் சம்சாரிச்சோண்ட நம்ம என்ன பண்ணணும், அதில் நம்ம என்ன பண்ணேண்டது இங்கே சொல்லுது. நேசத்தில் சத்தியம் சம்சாரிக்கணும். நம்ம பேசும்போது அது நேசத்தில் தான் நம்ம சொல்லணும். நம்ம நேசத்தில் நம்ம பேசும்போது என்ன சொல்ல பറ്റുம், சத்தியம் சொல்ல பറ്റുம். இங்க சொல்ல நீங்கள் நேசத்தில் சத்தியம் சொல்லணும். அதில் கிறிஸ்து എന്ന തലയോളം സകലത്തിലും വളരുവാനിട. அப்படி நீ செய்தால் நீ என்ன பറ്റും, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിനെ ഒപ്പം നമുക്ക് വളരുവാൻ പറ്റും. അതായത് നമുക്ക് തിരികെ നമ്മൾ നേരത്തെ ഭാഷിച്ചാച്ച് ആണ്ടവർ നമ്മുടെ തലയായിരിക്കും, നമ്മൾ അവരുടെ ശരീരമായിരിക്കും. എന്നാൽ ഈ ശരീരം നമ്മൾ എന്നാ പറയണം, ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ തലയ്ക്കൊപ്പം, അല്ലെങ്കിൽ അവൻ എത്രയും വളർന്നിരിക്കുക അതേമാതിരി നമ്മളും വളരണം. അതായത് അത് തന്നെ ആണ്ടവരുടെ ചിത്തം. ആണ്ടവരായ യേശു ക്രിസ്തു ചിത്തം നമ്മൾ അവനൊപ്പം വരണം. ഇപ്പം നമ്മൾ തന്നെ നമുക്ക് ഒന്ന് ചിന്തിച്ചിടാൻ. നമുക്ക് ഇപ്പം നമ്മുടെ മക്കൾ നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്നാ பண்ணுന്നത്, അവർ നമ്മളെക്കാട്ടി വലിയവരാവണം. അതുതാൻ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ചിത്തം. അതുകൊണ്ട് താൻ നമ്മൾ അവരെ പഠിപ്പിക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടി എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അവർക്ക് നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത്. കാരണം എന്താ, ഞാൻ പഠിച്ചില്ലെങ്കിലും അവൻ വളരണം. എന്നാൽ ഇങ്ങ ആണ്ടവരായ യേശുക്രിസ്തു സമ്പൂർണ്ണന്, അവൻ എല്ലാത്തിലും തികഞ്ഞവൻ. നമ്മൾ അവനൊപ്പം വരണം. അവനൊപ്പം വന്നാൽ എന്നാ പറ്റും, ആണ്ടവർക്ക് താൻ രമ്പ സന്തോഷം കിടക്കുക. അതായത് ആണ്ടവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അവനൊപ്പം വരണം. ആണ്ടവരുടെ ചിത്തം അതുതാൻ എന്ന് ഇങ്ങനെ ചൊല്ലിയിരിക്കുക. 15 വാശി ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ നമ്മൾ അവന്റെ തലയോളം വളരുവാൻ സകലത്തിൽ ഇടയാകണം എന്ന് ഇങ്ങനെ ചൊല്ലിയിരിക്കും. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും, അതായത് ഇങ്ങനെ ചൊല്ലുന്നത് നമ്മുടെ ശരീരം എല്ലാമേ ഒന്നായിടണം. ശരീരമെല്ലാം ഒന്നായിടണമെന്ന് ചൊല്ലിയാൽ നമുക്ക് തിരിയും നമ്മൾ പല ശരീരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിച്ചപ്പോൾ എല്ലാവരും ഒരേ ശരീരത്തിന്റെ അംശികൾ. അതായത് ഞാൻ ആണ്ടവരെ വിശ്വസിച്ചാൽ ഞാനും മകൻ, വേറൊരാൾ വിശ്വസിച്ചാൽ അവനും മകൻ. അത് മാത്രമല്ല അവന്റെ ശരീരത്തിന്റെ അംഗം എന്ന് ചൊല്ലിയാൽ ഇപ്പൊ ഞാനിപ്പം കൈയാണെങ്കിൽ അവൻ കാലായിരിക്കാം, അല്ലെങ്കിൽ അവൻ തലയായിരിക്കാം, അവൻ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമായിരിക്കാം, എപ്പടി വേണേലും ആയിടാം. അത് നമ്മൾ ഇങ്ങ എന്നാ ആണ്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരം മുഴുവനും യുക്തമായി ചേർന്ന്, അതായത് നമ്മൾ ഈ ശരീരം എല്ലാമേ ഒരുമിച്ച് വളരണം. അതായത് നമ്മൾ ഒറ്റയ്ക്ക് വളരുകയല്ല, നമ്മൾ എല്ലാവരെയും ഒരുമിച്ച്. നമ്മൾ ഷാപ്പിടുമ്പം നമ്മുടെ കൈക്ക് ഷാപ്പാട് കളിക്കാൻ, വിറ്റാമിൻസ് കിടക്കാൻ കല്ല് എന്നെ ശോഷിച്ച് പോകും, അല്ലെങ്കിൽ കൈക്ക് ബലമില്ലാതെ കളിക്കും. അതായത് ഇങ്ങനെ ചൊല്ലുന്നത് നമ്മൾ എല്ലാവരുമേ ഒരുപോലെ വളരണം. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അത് അപ്പടി നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ബലം കിടക്കും, അല്ലെങ്കിൽ നമുക്ക് ആണ്ടോടൊപ്പം വളരാൻ നമുക്ക് ഇടയായിടും. അതുതാണ് ചൊല്ലുന്നത്. സകലത്തിലും വളരുവാൻ 16 വചനത്തിൽ എന്നാ ചൊല്ലുന്നത്, ശരീരമായി യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തുവേണം ഒതിരൊപ്പാൻ ഏത് സന്ധിയിലും സ്നേഹത്തിൽ. അതായത് ശരീരം, അതായത് എല്ലാമേ ഒരുപോലെ തന്നെ വളരണം. അതായത് ആണ്ടവരുടെ ചിത്തം എന്നു ചൊല്ലിയാൽ എല്ലാ വിശ്വാസികളും ഒരുപോലെ തന്നെ വളരണമെന്നാണ് ആണ്ടവരുടെ ചിത്തം. അതുകൊണ്ട് നമ്മൾ എന്നാ വേണം, അവർക്ക് വേണ്ടിയ തേവപ്പെടുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിശ്വാസം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട വചനത്തെ നമ്മൾ കൊടുത്ത് അവരെ ബലപ്പെടുത്തണം. അവരെ ബലപ്പെടുത്താതെ ഇരുന്നാൽ നമ്മൾ എന്നാ പറ്റും, അവര് ബലം കെട്ട് പോയിടും, അല്ലെങ്കിൽ അതിന് ആരോഗ്യം கிடைக்காതെ. ആരോഗ്യം கிடைച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ലാതെ വന്നിടും. അതുകൊണ്ട് നിങ്ങൾ എന്നാ പറയണം, നിങ്ങൾ ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഏതൊക്കെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗത്തിന് തേപ്പെടുമോ അതെല്ലാം കൊടുത്ത് ഒത്തവണ്ണം ഏത് സന്ധ്യയിലും സ്നേഹത്തിലുമുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന്
വളർച്ച പ്രാപിക്കുന്നു. അപ്പടി നീ ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് എന്നാ പറ്റും? നിങ്ങൾക്ക് വളർച്ച വന്നിടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അപ്പടിയാണെങ്കിൽ വളർച്ച വന്നാൽ മാത്രം താൻ നമ്മൾ ആണ്ടവരുടെ തലയോളം വളരാൻ പറ്റൂ. അതായത് നമുക്ക് ആണ്ടവരുടെ തലയോട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ശാപ്പാട് കഴിക്കുക, നമ്മുടെ ശാപ്പാട് കഴിച്ച് നമ്മുടെ കൈക്ക് മാത്രം പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനം கிடைക്കാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനും, അതായത് നമ്മുടെ കൈക്കും കാലിനും ചെവിക്കും മൂക്കിനും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് എല്ലാത്തിനും ഒരുപോലെ വളർച്ച വരണം. അത് അപ്പടി വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന വിശ്വാസികളെ നമ്മൾ അവരെയും മാനിച്ച് അവരെ ബലഹീനരാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇപ്പടി നമ്മുടെ കൈക്ക് ഒരു വലി വന്ന് അല്ലെങ്കിൽ കൈക്ക് ശോഷിച്ച് അല്ലെങ്കിൽ ബലം കുറച്ച് നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ ഡോക്ടറെ പാത്ത് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുത്ത് അതിന് ബലം കൊടുത്തിടും. അതേപോലെ താൻ നമ്മൾ ഓരോരുത്തരും ആണ്ടവരുടെ വൈദ്യന്മാർ നമ്മുടെ ഡോക്ടർ നമ്മൾ അവർക്ക് ബലം കൊടുക്കുന്ന മാതിരി നമ്മൾ ഒരുമിച്ച് നമ്മൾ വളരേണ്ട ആവശ്യം ഇരിക്കെ അത് അപ്പടി വളർന്നാൽ മറ്റും താൻ ആണ്ടവരുടെ തലയോളം വളരാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആണ്ടവരുടെ ചിത്തം എന്താണെന്ന് നമുക്ക് പാത്ത് നോക്കാം. ഞാനിപ്പോൾ ഇത്രയും ചൊല്ലി ഇപ്പം നമുക്ക് എന്താ മനസ്സിലായി? ആണ്ടവരുടെ ചിത്തം നമ്മൾ അവനൊപ്പം വരണം, അവനെപ്പോലെ ആയിടണം, അവനെപ്പോലെ നമ്മൾ വളരണം. അപ്പടി വളർന്നെങ്കിൽ മറ്റുമേ ആണ്ടവർക്ക് ആണ്ടവരുടെ നേസം നമുക്ക് സമ്പൂർണ്ണമായി കാണാം. അത് എപ്പടി പറ്റും? നമ്മൾ നേസത്തിൽ നമ്മൾ ഓരോരുത്തരെയും അവരെ എന്നാ ചെയ്യണം? അവർക്ക് സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകി അവരെ സപ്പോർട്ട് பண்ணி അവരെയും വളർത്തണം. നീ മാത്രം വളർന്നാൽ പോരാ, നമ്മൾ എല്ലാവരുമേ ഒരുപോലെ വളരണം. അപ്പടിയാണെങ്കിൽ മറ്റും താൻ ആണ്ടവരുടെ ഒപ്പം നമുക്ക് വളരാൻ പറ്റും. അതുകൊണ്ട് നമുക്കെങ്കിൽ നമ്മൾ വാസിക്കുന്നത് നമ്മൾ പാത്താച്ച് ആണ്ടവരെ വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. എന്നാൽ ആണ്ടവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആണ്ടവരുടെ ചിത്തം എന്തോ? നമുക്ക് അനുഗ്രഹങ്ങൾ തരണം, അവനൊപ്പം വളരണം. അതാണ് ആണ്ടവരുടെ ചിത്തം. അതുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. നമുക്ക് നാളെ നമുക്ക് പാക്കില്ല ആണ്ടവർ നമ്മളോട് എന്നതാണ് നമുക്ക് ഇനിയും ചൊല്ലുന്നത്. അന്നേരം ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അവനെ നമുക്ക് സ്തുതിക്കാം, അവനെ സ്തോത്രം பண்ணണം. ആണ്ടവരുടെ ചിത്തം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ആ ചിത്തത്തിനൊപ്പം നമുക്ക് വളർന്നിടാം. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.